സെക്സിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ലൈംഗിക ആസ്വാദന ശബ്ദങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ്. നമ്മളുടെ സമൂഹവും കൾച്ചറും ഒക്കെ ഇന്ന് പഠിപ്പിക്കുന്നത് പോലെ സെക്സ് നാണക്കേടും പാപവും ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പല സ്ത്രീകളും സെക്സിൽ ഏർപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുന്ന ലൈംഗിക ആസ്വാദന ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ ഒരു വിഷയത്തെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ ചാപ്മാൻ യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമൻ സെക്ഷുവാലിറ്റിയും ഹെൽത്ത് സൈക്കോളജി പ്രൊഫസറുമായ ആഷ്ലി വെല്ലറാണ്. അധ്യാപക ജോലിയോടൊപ്പം തന്നെ പ്രൊഫസർ വെല്ലറിന് വാട്ട്സ് യുവർ പൊസിഷൻ എന്ന പേരിൽ ഒരു പോഡ്കാസ്റ്റ് കൂടിയുണ്ട്. ലൈംഗികതയെപ്പറ്റിയും ബന്ധങ്ങളെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും ഒക്കെ വളരെ രസകരമായിട്ട് സംഭാഷണം നടത്തുന്ന ആ പോഡ്കാസ്റ്റിൻ്റെ ശ്രോതാക്കളിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാരാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ലൈംഗികതയിൽ ഏറ്റവും അധികം പഠനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്ടുകളുമായിട്ട് സംഭാഷണം നടത്തുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി പരിണാമത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു പ്രതിഭാസമാണ് സ്ത്രീകളിലെ ലൈംഗിക ആസ്വാദന ശബ്ദങ്ങൾ. മനുഷ്യരിൽ നിന്നുള്ള എല്ലാ ലൈംഗിക താല്പര്യങ്ങളും വികാരങ്ങളും ഒക്കെ അവൻ ആഫ്രിക്കൻ കാടുകളിൽ 70,000 കൊല്ലം മുമ്പ് കസിൻസായ ചിമ്പൻസികളുമായിട്ട് ചേർന്ന് ജീവിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ താല്പര്യങ്ങളും വികാരങ്ങളും തന്നെയാണ്. ഇതിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മാറിയത് ജീവിത സാഹചര്യങ്ങളിലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഒരു മനുഷ്യനും ചിമ്പൻസിയും തമ്മിലുള്ള DNA-കളുടെ സാമ്യത എന്ന് പറയുന്നത് 98.8%. 90കളുടെ അവസാനത്തിൽ ബ്രിട്ടീഷ് എവല്യൂഷണറി ആന്ത്രോപോളജിസ്റ്റായ സ്റ്റുവർട്ട് സിമ്പിൾ നടത്തിയ ഒരു പഠനപ്രകാരം പെൺവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ സെക്സിന് മുമ്പും സെക്സ് ചെയ്യുമ്പോഴും സെക്സിന് ശേഷവുമൊക്കെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് അദ്ദേഹത്തിൽ വളരെയധികം കൗതുകമുണർത്തുകയും ഇതേ തുടർന്ന് കൂടുതൽ ഗവേഷണങ്ങൾ നടത്താനുമൊക്കെ അദ്ദേഹം തീരുമാനിച്ചു. ആ ഒരു പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തിയത് ഇതായിരുന്നു: ദ ഫീമെയിൽ ആനിമൽസ് മെയ്ഡ് സെക്സ് നോയ്സസ് ടു അട്രാക്ട് അതർ മെയിൽസ് നിയർ ബൈ. അതായത് അടുത്തുള്ള മറ്റ് ആൺവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾക്ക് ആ നടന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക കേളിയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ക്ഷണമാണ് എന്നായിരുന്നു. ഇത് കേൾക്കുന്ന പല സദാചാരവാദികൾക്കും ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു നിഗമനത്തിൽ സ്റ്റുവർട്ട് സിമ്പിൾ മാത്രമായിരുന്നില്ല എത്തിച്ചേർന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡ റിസർച്ചറായ ഗൗരി ആർ പ്രധാനും ഇതേ നിഗമനത്തിൽ തന്നെ എത്തുകയുണ്ടായി. അവരുടെ ഗവേഷണ പ്രകാരം കൂടുതൽ ലൈംഗിക പങ്കാളികളെ വേണം എന്നാഗ്രഹിക്കുന്ന പെൺവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ കൂടുതൽ തവണ ലൈംഗികാസ്വാദന ശബ്ദങ്ങൾ ഉണ്ടാക്കും എന്നായിരുന്നു അവർ കണ്ടെത്തിയത്. സത്യത്തിൽ ഈ സ്ത്രീകളുടെ ലൈംഗികാസ്വാദന ശബ്ദങ്ങളെ പറ്റിയുള്ള അറിവ് ആധുനിക സെക്സ് സയൻസിൻ്റെയോ അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ഒക്കെ ഗവേഷകരുടെയോ ഒന്നും കണ്ടുപിടുത്തമല്ല. 3-ാം നൂറ്റാണ്ടിൽ കാമസൂത്ര സമാഹരിച്ച വത്സായന മഹർഷിയും സ്ത്രീകളിലെ ലൈംഗികാസ്വാദന ശബ്ദങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. കാമസൂത്ര പ്രകാരം പുരാതന ഭാരതീയർ സ്ത്രീകൾ ലൈംഗിക ആസ്വാദന ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് ഉറ്റുനോക്കുന്നവരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾ ലൈംഗിക പ്രവൃത്തിയിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ശബ്ദങ്ങളെപ്പറ്റി കാമസൂത്ര വിവരിക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട രസകരമായൊരു കാര്യം, ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ലൈംഗിക ആസ്വാദന ശബ്ദങ്ങൾ പക്ഷികൾ ഇണചേരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവുമായിട്ടാണ് താരതമ്യം ചെയ്തേക്കുന്നത്. ദേ വെർ ദ മേറ്റിംഗ് കോൾസ് ഓഫ് ബേർഡ്സ് ലൈക്ക് ഡവ്, കുക്കു, ഗ്രീൻ പിജിയൻ, പാരറ്റ്, ബീ, നൈറ്റിംഗെയിൽ, ഗൂസ്, ഡക്ക്, പാട്രിച്ച് വിച്ച് വിമൻ മെയ്ഡ് ഡ്യൂറിങ് ലവ് മേക്കിംഗ്. അതായത് പ്രാവ്, കുയില്, തത്ത എന്ന് തുടങ്ങിയ പലതരത്തിലുള്ള പക്ഷികൾ ഇണചേരുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദവുമായിട്ടാണ് താരതമ്യം ചെയ്തിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കരുത്. കാമസൂത്ര പ്രകാരം പുരാതന ഭാരതത്തിൽ ലൈംഗിക ആസ്വാദന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ആ ഒരു ലൈംഗിക പ്രവൃത്തിയുടെ തീക്ഷ്ണത നിലനിർത്തിക്കൊണ്ട് ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ലൈംഗിക ആസ്വാദന ശബ്ദങ്ങളുടെ പിന്നിലെ ലക്ഷ്യം. ഏകദേശം 2000 കൊല്ലങ്ങൾക്ക് ശേഷം ഈ ഒരു ലക്ഷ്യം തന്നെയാണോ ലൈംഗിക ആസ്വാദന ശബ്ദങ്ങൾക്ക് ഇന്നും ഉള്ളത്? ആധുനിക സെക്സ് സയൻസിന് എന്താണ് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ളത്? സെക്സിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ ആസ്വാദന ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ചില സ്ത്രീകൾക്ക് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് ലൈംഗികത പരസ്യമായിട്ട് ശബ്ദങ്ങളിലൂടെ പ്രകടിപ്പിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അത് മറ്റുള്ളവർ കേൾക്കുന്നത് ഇഷ്ടവുമായിരിക്കും. കാരണം അവരുടെ ലൈംഗിക വികാരം ഉണരുന്നത് ബാക്കിയുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുമ്പോഴാണ്. വേറെ ചില സ്ത്രീകൾ തങ്ങളുടെ പങ്കാളികൾക്ക് ആ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ കൂടുതൽ താല്പര്യവും ഉത്സാഹവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഏതൊരു ലൈംഗിക പ്രവൃത്തിയും അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മനസാന്നിധ്യം വളരെ ആവശ്യമാണ്. കാരണം ആ ഒരു ലൈംഗിക പ്രവൃത്തിയുടെ ഇടയിൽ നിങ്ങളുടെ മനസ്സിലൂടെ 100 കൂട്ടം ചിന്തകൾ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി ഒരിക്കലും ആസ്വദിക്കാൻ പറ്റത്തില്ല. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ലൈംഗിക ആസ്വാദന ശബ്ദങ്ങൾ പല സ്ത്രീകളെയും സഹായിക്കാറുണ്ട്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മനസ്സിലൂടെ പലതരത്തിലുള്ള ചിന്തകൾ കടന്നു പോകാറുണ്ട്. തങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ,
ചെയ്യുന്നത് ശരിയാണോ, തങ്ങളുടെ പങ്കാളിക്ക് സെക്സ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് തുടങ്ങി സ്വന്തം ശരീരത്തെപ്പറ്റിയും ഗന്ധത്തെപ്പറ്റിയും ഒക്കെ പലതരത്തിലുള്ള ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പം ആ ചിന്തകളെയൊക്കെ മനസ്സിൽ നിന്നും ഒഴിവാക്കി ആ ലൈംഗിക പ്രവൃത്തിയിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ആസ്വാദന ശബ്ദങ്ങൾ സഹായിക്കും. ഇത് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് വിളിക്കുന്ന ടെക്നിക്കിലൂടെ മനസ്സ് ഏകാഗ്രമാക്കാൻ പഠിക്കുന്ന ധ്യാനത്തിന് സമമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തു തന്നെയായാലും ലൈംഗിക ആസ്വാദന ശബ്ദങ്ങൾ തികച്ചും വ്യക്തിഗതമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും ഓരോ സ്ത്രീയിലും വ്യത്യാസമായിരിക്കും. ഈ ലോങ് ടെന്നീസ് കളിക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ നടത്തിയ ഒരു പഠനപ്രകാരം മറിയ ഷറപ്പോവയും സെറീന വില്യംസും ഒക്കെ കളിക്കിടയിൽ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾക്ക് അവരുടെ കളിയിലുള്ള പ്രകടനത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ട് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ സെക്സിനിടയിൽ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾക്ക് എന്തുകൊണ്ട് ആ ലൈംഗിക പ്രവൃത്തിയെ മെച്ചപ്പെടുത്തിക്കൂടാ? ആനന്ദത്തിൻ്റെ ആസ്വാദന ശബ്ദങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് സെക്സിലും സ്പോർട്സിലും മാത്രമല്ല, നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും ഇഷ്ടപ്പെട്ടവരെ കെട്ടിപ്പിടിക്കുമ്പോഴും ഒക്കെ നമ്മൾ ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് പലപ്പോഴും ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയൊന്നുമല്ല. ഇതേ പ്രതിഭാസം നിങ്ങൾക്ക് സെക്സിൽ ഏർപ്പെടുന്ന ചിമ്പൻസികളിലും കാണുവാൻ സാധിക്കും. മനുഷ്യനും ഉള്ളിൽ ഒരു ചിമ്പൻസിയെ പോലെ തന്നെ ഒരു മൃഗമാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വിവോക്സ്. ജസ്റ്റ് സെക്സ്, നോ ഷെയിം.